നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്താണ്. നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നുമല്ല, ദൈവം നമ്മെ തേടി വന്നതാണ്. ദൈവം നമ്മെ കണ്ടെത്തിയതാണ്. നമ്മുടെ കണ്ണ് തുറന്ന ദൈവമാണ്, ബുദ്ധി തുറന്ന ദൈവമാണ്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ തമ്പുരാൻ്റെ അടുക്കൽ വന്നിട്ടില്ല. ദൈവമാണ് ദൈവത്തിൻ്റെ വചനം ഗ്രഹിപ്പാൻ നമുക്ക് കൃപ തന്നത്. പ്രിയപ്പെട്ടവർ, എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് ഈ പുതുവത്സരത്തിൽ നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് ഫലം കായ്ക്കാനാണ്, ലോകത്തിൻ്റെ വെളിച്ചമാകാനാണ്, ഭൂമിയുടെ ഉപ്പാകാനാണ്. യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും തൃപ്തരാകരുത്. ദൈവത്തിൻ്റെ പ്രതീക്ഷ ലോകത്തിൻ്റെ വെളിച്ചമാകാനാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന ആ ചെറിയ സർക്കിളിൻ്റെ അകത്ത് ദൈവം നമുക്ക് നൽകിയ കൃപകളൊക്കെ നാം വ്യാപാരം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ തൃപ്തരാകരുത്. ദൈവത്തിന് വലിയ പ്രതീക്ഷയാണ്. ചോര കൊടുത്താണ് യേശു നമ്മെ വാങ്ങിയത്. വലിയ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് യേശു നമ്മെ സ്വന്തമാക്കിയത്. ജീവൻ കൊടുത്ത്, പ്രാണൻ കൊടുത്താണ് സ്വന്തമാക്കിയത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. നാം വില കൊടുത്തു വാങ്ങിയ വസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ എത്ര സന്തോഷമാണ്. എന്നാൽ അത് വേണ്ടതുപോലെ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് എത്ര വലിയ നിരാശയും വേദനയും ഉണ്ടാകും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വില കൊടുത്താണ് വാങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിൽ നാം എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കണം. ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങയുടെ തിരുഹിതം നിറവേറുവാൻ ഞാൻ എന്നെ ഒരു യാഗമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ എന്നെഴുതിയിരിക്കുന്ന പോലെ ജീവിതത്തെ സമർപ്പിക്കാം. ദേഹം, ദേഹി, ആത്മാവിനെ സമർപ്പിക്കാം. അതെ, ദൈവത്തിൻ്റെ ഹിതം ഈ പുതുവർഷത്തിൽ നമ്മിൽ നിറവേറട്ടെ. ഫലം കായ്ക്കുവാൻ, ഫലം നിലനിൽക്കുവാൻ ദൈവമാക്കി വച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.